ഞങ്ങൾ സമരം വിളിക്കാൻ നിൽക്കരുത് സാറേ. പറയില്ല ഷാജിമോൻ, എന്തിനാ ഈ 3 പേര് നമ്മളെല്ലാരും പോകാൻ നിൽക്കുമ്പോ ഒരു വിഷയവും നോക്കില്ല. ഞങ്ങൾ സമാധാനം എല്ലാരും പോയാൽ പറ്റും. അങ്ങോട്ട് പോയിട്ട് ഞങ്ങളെ പ്രതിഷേധിക്കാൻ ഞങ്ങൾക്ക് സാറ് സഹകരിക്കണം. സമാധാനത്തോടെ പോയിട്ടേ വരിക. ഞങ്ങളൊരു അലമ്പ് കച്ചറയ്ക്കൊന്നും നിൽക്കൂല. ഞങ്ങളുടെ അവകാശങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത്. പാലത്തിന് അപ്പുറം വിട്ട് ഞങ്ങൾ വിടില്ല. എന്താ കാരണം? എന്താ കാരണം? സ്ഥലവും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഞങ്ങൾക്ക് പോയേ പറ്റൂ. അത് പിന്നീട് വിടും. സമരമായിട്ട് വിടില്ല. എന്താണ് നിങ്ങളുടെ തീരുമാനം? എന്താണ് പോലീസ് എന്താ പറയുന്നത്? പോലീസ് നോക്കി ഞങ്ങളെ ഭൂമിയിലേക്ക് അവർ തടയുന്നത്. ഇവരും മനുഷ്യരല്ലേ? എന്താ CI സാറോട് ഞങ്ങൾ ചോദിക്കുക, നിങ്ങൾ മനുഷ്യനല്ലേ? ഞങ്ങളെ എല്ലാം 26 പേരെ എൻ്റെ കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോയത്. ഞങ്ങളുടെ വീട്, ഇവൻ്റെ അച്ഛൻ, അമ്മ, എല്ലാം, ഏട്ടൻ, മക്കൾ എല്ലാം പോയ മനുഷ്യരായി നിൽക്കുന്ന വീട് പോയി. എന്താ സാറേ എന്താണ് സമരം ആയതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കടത്തിവിടില്ല. ഞങ്ങളെ ഭൂമിയിലേക്ക് സമരം അല്ലാത്തത് കൊണ്ട് അവരവരുടെ വീട്ടിൽ പോകുന്നതിന് യാതൊരു തടസ്സമില്ല. സമരം ആയതുകൊണ്ടാണ് ഞങ്ങൾ റെസ്ട്രിക്ട് ചെയ്തത്. എന്തിന്റെ ഒരു പ്രതിഷേധം? പോലീസിനെ ഉപയോഗിച്ച ഈ എല്ലാം നഷ്ടപ്പെട്ട ഞങ്ങളെ പോലീസിനെ ഉപയോഗിച്ചാ തടയുന്നത്. നോക്കി 2 CI ഭയങ്കര വലിയ ബറ്റാലിയൻ വന്നിട്ട് ഈ പാവപ്പെട്ടവർ തടയാ. ഞങ്ങളൊരു സമരത്തിന്റെ മാനസികാവസ്ഥയിലല്ല. ഞങ്ങളൊരു സമരത്തിൻ്റെ മാനസികാവസ്ഥയിലേ അല്ല. ഞങ്ങളെല്ലാവരും പോയി ഞങ്ങൾ ഓരോ കബറിടങ്ങളിൽ ചെന്ന് നടക്കുക, ശ്മശാനങ്ങൾ കയറി നടക്കുക. ഞങ്ങളുടെ കൂടപ്പിറപ്പുകൾ പോയതിന് പ്രാർത്ഥനയായിട്ട്. എൻ്റെ പേര് അബ്ദുൽ അസീസ് ആണ്. പുതിയ അബ്ദുൽ അസീസ് ആണ് എൻ്റെ പേര്. എൻ്റെ വീട് നഷ്ടപ്പെട്ടതാണ്. എൻ്റെ വീട് നഷ്ടപ്പെട്ടിട്ട് പിന്നെ 2 ലിസ്റ്റിൽ പേര് കൊണ്ടുവന്നു. 3ാമത്തെ ലിസ്റ്റിൽ എൻ്റെ പേര് ഉൾപ്പെടുത്തിയിട്ടില്ല അവർ. അത് എന്താണെന്ന് നമുക്കറിയാൻ കഴിയുന്നില്ല. മൊത്തം പോകണമെന്ന് നമ്മൾ കണ്ണുകൊണ്ട് കാണുകയാണ്. നമ്മൾ എൻ്റെ മോൻ്റെ വീടിൻ്റെ മുകളിൽ നിന്ന് കാണി ഞങ്ങളെല്ലാം ലൈവ് കണ്ട മനുഷ്യനാണ് ഞാൻ. ജനവാസം അല്ലാന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ട് ഇനിയും കുറയ്ക്ക് കൊടുക്കാനാണ് സർക്കാർ തീരുമാനിക്കുന്നത്. അവിടെ ജനവാസം അല്ലാന്ന് പറഞ്ഞതാ. ഇനിയും പോയി അവിടെ താമസിക്കണം എന്ന് പറയുന്നത് ശരിയാണോ? നിങ്ങളുടെ വീട്ടിൽ എല്ലാം പോയതാ. എൻ്റെ മകൻ എങ്ങനെ കൊണ്ടുവന്നിട്ട് ചൂരമല ഹോസ്പിറ്റലിൽ കൊണ്ട് സെറ്റിലാക്കിയിട്ട് വെള്ളം പറഞ്ഞിട്ട് കൂടുതൽ വെള്ളം വന്നപ്പോൾ നോക്കാൻ വേണ്ടി പോയ മോനാണ്. 2ാമത് തിരിച്ച് വന്നിട്ടില്ല. ഒരുപാട് ആൾക്കാരെ രക്ഷപ്പെടുത്തി. എൻ്റെ മകൻ ലാസ്റ്റ് അവസാനം എൻ്റെ മകൻ ഇല്ലാതായിപ്പോയി. എന്താണ് 2 പേര് ഭാര്യ ഭർത്താവിന്. ഞങ്ങൾക്ക് 2 ആൾക്കും ഒരു മകൻ ഉണ്ടായിരുന്നു. ആ മകനും കൂടി കൈയിട്ട് പോയി. അതുകൊണ്ട് ലിസ്റ്റിലെ പേരില്ല. 2ാമത് ലിസ്റ്റിലും പേര് വരുമെന്ന് പറഞ്ഞു, അത് വന്നിട്ടില്ല. ഇത് എന്താണ്? ഇത് എന്തോ ഒരു കളിയാണ്, നമുക്കൊന്നും അറിയില്ല സാറേ. ഞങ്ങൾക്കൊക്കെ വീട് ആകെ ഒരു വെള്ളം കയറി ഞങ്ങൾ താമസിച്ച വീട് മൊത്തം തമർത്ത് പോയി പാടിയില്ല തമർത്ത് പോയത്. ആകപ്പാട് ഞങ്ങൾക്ക് ഉണ്ടാകുന്ന മോനാണ്. പ്രജീഷിന്റെ കൂടെയാണ് ഞങ്ങളെ മോന് പോയിട്ട് ഞങ്ങൾക്ക് ഒരു അനുകൂല്യം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങളൊരു പേരും അതിൽ വന്നിട്ടില്ല, ഒന്നുമില്ല. ഞങ്ങളെ മോന് ശരിക്കും അറിഞ്ഞിട്ടുമില്ല. ഞങ്ങളെ മോനും അങ്ങനെയാണ് പോയത്. സർക്കാർ സഹായം ആദ്യം കിട്ടിക്കൊണ്ടിരുന്ന പൊണ്ണി കിട്ടാനില്ല. ഈ 300 രൂപ തോതിൽ വെച്ച് കിട്ടിക്കൊണ്ടിരുന്നു. 3 മാസം കിട്ടിക്കൊണ്ടിരുന്നു. ഇപ്പോൾ 2ാമത് അത് നിർത്തിലാക്കിയിരിക്കുകയാണ്. അവന് ഞങ്ങൾ ഒരു പ്രതീക്ഷയോടെ കൂടി ഇരുന്നതായിരുന്നു.